മികച്ച നവാഗത സിനിമ ബാല്യകാല സഖി. ഒരു പ്രണയലേഖനവുമായി മലയാള സാഹിത്യത്തിൽ കടന്നുവന്ന വക്യം മുഹമ്മദ് ബഷീർ എന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്റെ ഒരു ചെറു നോവലിന്റെ അതേ പേരിലുള്ള ചലച്ചിത്രാവിഷ്കാരമാണ് ബാല്യകാല സഖി. പുഴകളും ഒഴുകണത് അവിടെ ചേരുമ്പോ വലിയ പുഴയായില്ലേ, ഇങ്ങനെ വലിയ പുഴ. വൈവിധ്യമാർന്ന ദിശാമാനങ്ങളുള്ള ഒരു ദുരന്ത പര്യവസായിയായ പ്രണയകഥ. ലക്ഷോപലക്ഷം വായനക്കാരന്റെ മനസ്സിലുള്ള ഛായാചിത്രത്തിൽ നിന്നും ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ കടന്നു പോകുന്ന ആവിഷ്കാരം. മാമ്പഴത്തിന്റെ മധുരവും നനവുമുള്ള മലയാളത്തിന്റെ മണ്ണിൽ നിന്നും പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും കിനാക്കളുടെ ഭാണ്ഡവും പേറി പാടങ്ങളും പുഴകളും പാളങ്ങളും കടന്ന് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഒടുവിൽ രാഷ്ട്രീയത്തിന്റെ കയ്പു നിറഞ്ഞ അനുഭവങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ വെയിൽച്ചൂടുള്ള വരണ്ട മണ്ണിലേക്ക് എത്തുന്ന മജീദിന്റെ കരളുരുക്കുന്ന കഥയാണ് ബാല്യകാല സഖി. ഭാരതത്തിന്റെ സ്വകാര്യ അഭിമാനവും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരവുമായ പത്മശ്രീ മമ്മൂട്ടി അനശ്വരമാക്കിയ മജീദ് എന്ന കഥാപാത്രവും ഇഷാ തൽവാർ ശക്തി പകർന്ന സുഹറ എന്ന കഥാപാത്രവും ബാല്യകാല സഖിയെ മലയാളി പ്രേക്ഷകർ സ്വന്തം ഹൃദയത്തിന്റെ അഭ്രപാളികളിൽ ജീവിത സഖിയാക്കുകയായിരുന്നു. ബാല്യകാല സഖിയുടെ നിർമ്മാണം നിർവഹിച്ചത് MB മുഹസിൻ, സജീബ് ഹാഷിം എന്നിവർ ചേർന്നാണ്. ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി ബാല്യകാല സഖിയുടെ നിർമ്മാതാക്കളായ MB മുഹസിനെയും സജീബ് ഹാഷിമിനെയും അതുല്യ നടൻ അടൂർ ഭാസിയുടെ ഓർമ്മകൾ പൂത്തുലഞ്ഞ ഈ പുരസ്കാര സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം, ഹൃദയപൂർവം. ശ്രീ സജീവ് ഹാഷിം പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് മികച്ച ചലച്ചിത്രം ഓൺ ഡേ ജോക്സ്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ ബാലനിൽ നിന്ന് പതിറ്റാണ്ടുകളിലൂടെ സിനിമാ റീലുകൾ ഓടി ആധുനിക ചലച്ചിത്ര രംഗത്തെത്തി നിൽക്കുമ്പോൾ ഇതാ മലയാള ചലച്ചിത്ര മേഖലയിൽ ആദ്യമായി സംഭാഷണമില്ലാത്ത ഒരു സിനിമ ഓൺ ഡേ ജോക്സ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സമ്മേളനമായി പശ്ചാത്തല സംഗീതം കൊണ്ടും ധ്വനിപ്രഭാവം കൊണ്ടും ഓൺ ഡേ ജോക്സ് നമ്മുടെ ഹൃദയത്തിന്റെ വെള്ളിത്തിരയിൽ തിരക്കഥ എഴുതുന്നു. കാണുന്നവരുടെ കണ്ണുകൾക്ക് ദൃശ്യവിസ്മയം തീർത്ത് 6 റെഡ് ക്യാമറകൾ ഒപ്പിയെടുത്ത അഭിനയ നിമിഷങ്ങൾ. അടൂർ ഭാസി പ്രഥമ നവാഗത സിനിമാ പുരസ്കാരങ്ങളിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് G ഉണ്ണികൃഷ്ണൻ നായർ നിർമ്മിച്ച ഓൺ ഡേ ജോക്സ് എന്ന അത്യാധുനിക മലയാള ചിത്രമായ ഓൺ ഡേ ജോക്സ് അർഹമാകുന്നു. ഓൺ ഡേ ജോക്സ് എന്ന ഈ ചലച്ചിത്രത്തിന്റെ ബ്ലഡും ബ്രെയിനുമായ സംവിധായകൻ G സന്തോഷ് 10,000-കണക്കിന് ചലച്ചിത്ര പ്രതിഭകളുടെ പാദം പതിഞ്ഞ് പുണ്യം നേടിയ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന്റെ പുരസ്കാര പുണ്യ സദസ്സിലേക്ക് പാദമുദ്ര പതിപ്പിക്കാനായി ഇതാ എത്തുന്നു. നവാഗത സിനിമാ പുരസ്കാരം മികച്ച നടൻ റിയാസ് MD, ഫ്ലാറ്റ് നമ്പർ 4B. അതിനൂതന സാങ്കേതിക വിദ്യകൾ ദൈവം ജനങ്ങൾക്ക് നൽകിയപ്പോ നാളെ നമുക്കിടയിലും ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന കാലത്തിന്റെ കലണ്ടർ ദിനങ്ങളിലെ ഭാവികാല കാഴ്ച. ടേക്ക് കെയർ. എന്റെ മോള് എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നീയും നാളെ ഒരു അച്ഛനാവും, ഒരു പെൺകുഞ്ഞിന്റെ അച്ഛൻ. പ്രഥമ അടൂർ ഭാസി ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം റിയാസ് MDയെ തേടിയെത്തുമ്പോൾ ആരും പറയില്ല അദ്ദേഹം അർഹനല്ല എന്ന്. നമ്മളെപ്പോലെ നമ്മളിലൊരാളായി കഥാപാത്രത്തിന് ഉയരേകിയ റിയാസ് MD ചലച്ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ എന്നും മങ്ങാതെ മായാതെ നിൽക്കും. വെള്ളിത്തിരയിൽ കർമ്മമുദ്ര പതിപ്പിച്ച റിയാസ് MDയെ നവാഗത ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ കാലവും കർമ്മവും ശിരസ്സു നമിക്കുന്നു.
മികച്ച ബാലതാരം ശ്രീചന്ദ്. ചലച്ചിത്രം ഓൺഡേ ജോക്സ്. ക്യാച്ച് ദം യങ് എന്ന ആപ്തവാക്യത്തിന് എന്നും ഉത്തമ ഉദാഹരണമായി ഇതാ ശ്രീചന്ദ് നമ്മളിൽ ഒരാളാകുന്നു. പാരമ്പര്യ പുണ്യം പകർന്ന അഭിനയ പ്രതിഭയുടെ ഒരു മിന്നലാട്ടം ശ്രീചന്ദ്. നിരവധി പരസ്യചിത്രങ്ങളിൽ അഭിനയ പ്രതിഭ കൊണ്ട് കഴിവ് തെളിയിച്ച ശ്രീചന്ദ് ഓൺഡേ ജോക്സ് എന്ന മലയാള ചലച്ചിത്രത്തിൽ നവരസങ്ങളുടെ നവ്യാനുഭൂതികൾ നമ്മളിലേക്ക് നുകരുന്നു. ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരങ്ങളിലെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ജി ഉണ്ണികൃഷ്ണൻ നായർ നിർമ്മിച്ച ഓൺഡേ ജോക്സിൽ അഭിനയം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ശ്രീചന്ദ് ഈ വേദിയിലെത്തുമ്പോൾ നാളത്തെ കലാപ്രതിഭയ്ക്ക് നമുക്ക് നൽകാം നല്ലൊരു ഹസ്താരവം. മികച്ച സിനിമയുടെ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ. മനുഷ്യത്വത്തിന്റെ ആഴവും തീവ്രതയും ആവാഹിച്ച് ആത്മകഥാപരമായ ബാല്യകാല സഖിയെ ആശയാവിഷ്കാര മികവിലൂടെ വെള്ളിത്തിരയിലെത്തിച്ചു പ്രമോദ് പയ്യന്നൂർ എന്ന സംവിധായകൻ. ബഷീർ രചനകളിൽ സമഗ്രമായ പഠനം നടത്തുകയും അവയിൽ ഇതിനോടകം തന്നെ നിരവധി ഹ്രസ്വചിത്രങ്ങളും നാടകങ്ങളും മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ഒപ്പം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള പ്രമോദ് പയ്യന്നൂരാണ് ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകൻ. ബഷീർ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ സാഹിത്യകാരന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ മറ്റു രചനകളിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും സംഭവങ്ങളും കൂടി സമർത്ഥമായി സമന്വയിപ്പിച്ചിരിക്കുന്നു പ്രമോദ് പയ്യന്നൂർ എന്ന പ്രതിഭ. മലയാള സിനിമയുടെ സാധാരണ ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പ്രതീക്ഷകളുടെ പച്ചപ്പിലേക്കും സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശത്തേക്കും പറന്നുയരാൻ ശ്രമിച്ച് വിജയിച്ച പ്രമോദ് പയ്യന്നൂരിനെ ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരമായ മികച്ച സിനിമയുടെ സംവിധായകനുള്ള പുരസ്കാരം ഈ വേദിയിൽ നൽകി ആദരിക്കുമ്പോൾ അടൂർ ഭാസിയുടെ ഓർമ്മകൾക്കൊപ്പം വക്യം മുഹമ്മദ് ബഷീറിനെയും ഒരു മാത്ര നമുക്കോർക്കാം. ഒന്നാമത് അടൂർ ഭാസി സിനിമാ പുരസ്കാരം മികച്ച സംവിധായകൻ വിനോദ് കുമാർ. ടെസ്റ്റ് പേപ്പർ. വിയർപ്പ് തുള്ളികൾ വീണ് കുതിർന്ന മണ്ണിന്റെ മണമുള്ള ഒരു കർഷകന്റെ മകളുടെ നൂപുര ധ്വനികൾ തേടി ഒരു കഥായൻ. സ്കൂളിൽ പോയില്ലേ? പോയി. പിന്നെന്താ ഇങ്ങ് പോന്നത്? എനിക്കവിടെ ജോലിയില്ലെന്ന്. ഓ, ഇനിയിപ്പോ സുഖമായല്ലോ. ഒരു ചെറിയ ത്രെഡിനെ മനോഹരമായ ട്രീറ്റ്മെന്റിലൂടെ ടെസ്റ്റ് ചെയ്ത സംവിധായകന്റെ അകക്കണ്ണുകളുടെ കാമ്പും കരുത്തും ടെസ്റ്റ് പേപ്പർ എന്ന സിനിമയിലൂടെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ പ്രേക്ഷകരായ നമ്മളും സംവിധായകൻ വിനോദ് കുമാറിനെ ഒരു മാത്ര നമിച്ചു പോകുന്നു. അംബുജാക്ഷി എന്റെ രണ്ടാം ഭാര്യയാണ് സർ. പൂർണിമയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. സിനിമ സംവിധായകന്റെ മാത്രം കലയാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന കയ്യൊതുക്കം കൊണ്ട് കയ്യടി നേടി സംവിധായകൻ വിനോദ് കുമാർ യാത്ര തുടരുന്നു. ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ടെസ്റ്റ് പേപ്പർ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ വിനോദ് കുമാറിനെ തേടി ഇതാ എത്തുന്നു. അടൂർ ഭാസിയുടെ നാമത്തിൽ നൽകുന്ന കന്നി ചലച്ചിത്ര പുരസ്കാരം. റഹീം പനവൂർ, റിപ്പോർട്ടർ, വെള്ളി നക്ഷത്രം ഫിലിം വീക്കിലി. മലയാളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ TV വാരികയായ വെള്ളി നക്ഷത്രത്തിന്റെ റിപ്പോർട്ടറാണ് റഹീം പനവൂർ. പത്രപ്രവർത്തന രംഗത്ത് 13 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന റഹീമിന്റെ കർമ്മരംഗം സിനിമ TV മേഖലയാണ്. വെള്ളി നക്ഷത്രം റിപ്പോർട്ടർ എന്ന നിലയിൽ സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ സുപരിചിതനാണ് റഹീം. ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും സിനിമാ ചിത്രീകരണ വിശേഷങ്ങളും ചലച്ചിത്ര പ്രവർത്തകരുടെ വ്യത്യസ്തമായ മുഖാമുഖങ്ങളുമാണ് റഹീം പനവൂറിനെ ശ്രദ്ധേയനാക്കുന്നത്. നവാഗത അടൂർ ഭാസി ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ സിനിമാ സംബന്ധമായ ലേഖനത്തിനുള്ള പുരസ്കാരം റഹീം പനവൂറിനെ തേടിയെത്തുമ്പോൾ ഈ പുരസ്കാര സദസ്സ്
ധന്യം. ഒന്നാമത് അടൂർ ഭാസി സിനിമാ പുരസ്കാരം മികച്ച നടി ലയ കുട്ടിയും കോലും. കുട്ടിയും കോലും കളിയല്ല, അഭിനയമെന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞ് നിരവധി അഭിനയ മുഹൂർത്തങ്ങളുടെ മുത്തുകൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറയ്ക്കുമ്പോൾ ആ കഥാപാത്രത്തെ കാഴ്ചക്കാർ എന്നും ഹൃദയത്തിലേറ്റും. കാലിക പ്രസക്തിയുള്ള കഥയുമായി വെള്ളിത്തിരയിലെത്തിയ ചിത്രമാണ് കുട്ടിയും കോലും. ഈ ചിത്രത്തിലെ സുജാത എന്ന കഥാപാത്രത്തിന് ലയ എന്ന അഭിനയ പ്രതിഭ അഭിനയ ഭാഷ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചു. മനസ്സിൽ ഒളിപ്പിച്ച നിശബ്ദ പ്രണയത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഭാവാഭിനയം കൊണ്ട് പൊതിഞ്ഞപ്പോ ലയ എന്ന അഭിനയ ഭാവിയുള്ള അഭിനേത്രി അരങ്ങ് തകർക്കുകയായിരുന്നു. കുട്ടിയും കോലും എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ഗിന്നസ് ബക്കർ ഉൾപ്പെടെ നിരവധി പ്രശസ്ത താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ ലയയുടെ പ്രകടനം മികച്ചതായിരുന്നു. ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കുട്ടിയും കോലും എന്ന ചലച്ചിത്രത്തിലെ അഭിനയ മികവിന് ലയയെ തേടിയെത്തുമ്പോൾ കാലം കാത്തുവച്ച ഒരു അഭിനയ പ്രതിഭയുടെ താരോദയത്തിനായി പുരസ്കാര സൂര്യൻ ഈ വേദിയിൽ ഉദിക്കുന്നു. മികച്ച തിരക്കഥാകൃത്ത് ഡോക്ടർ കെ അമ്പാടി. ചലച്ചിത്രം അയാൾ. മലയാളിയുടെ സാംസ്കാരിക പൈതൃകവും പഴമയും പെരുമയും ഇഴചേരുന്നു ദൃശ്യവിസ്മയങ്ങളുടെ പുള്ളുവൻ പാട്ടിന്റെ നന്ദുണിയിൽ വിരിഞ്ഞ ഒരു ചലച്ചിത്ര കാവ്യം അയാൾ. നാഗക്കാവും നാഗരൂട്ടും നാഗദൈവങ്ങളും അനുഗ്രഹിച്ചാവാഹിച്ച കഥാനായകനെ ജീവിതമെന്ന മൂന്നക്ഷരങ്ങളിൽ ഒതുക്കാതെ ജീവിതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു ഡോക്ടർ കെ അമ്പാടി എന്ന ചലച്ചിത്ര തിരക്കഥാകൃത്ത്. തൂലിക കൊണ്ട് കേരളത്തിന്റെ കാവും കുളങ്ങളും തിരക്കഥയിലൂടെ പ്രേക്ഷകന്റെ മനസ്സിൽ വരച്ചിട്ട ഒരു പുള്ളുവന്റെ ജീവിത ദുരന്തങ്ങളുടെ ജീവിത കാഴ്ച. ഒന്നാമത് അടൂർ ഭാസി നവാഗത സിനിമാ പുരസ്കാരങ്ങളിൽ മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം അയാൾ എന്ന സിനിമയുടെ രചന നിർവഹിച്ച ഡോക്ടർ കെ അമ്പാടിക്ക് നൽകുമ്പോൾ ഈ പുരസ്കാര സന്ധ്യാ സദസ്സിലും പൈതൃകങ്ങളുടെയും പഴമയുടെയും പെരുമഴ. ഡോക്ടർ അമ്പാടി പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്.